നമ്മളൊക്കെ അമ്പിയാക്കളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് അവരുടെ ഭൗതിക ശരീരം പോലും മണ്ണിന്റെ ഉള്ളിൽ വെച്ച് ജീർണിക്കുകയില്ല എന്നാണ്. നമ്മളത് വെറുതെ അങ്ങ് വിശ്വസിക്കുകയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം ഭൂമി തിന്നുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ ഈ പുത്തൻവാദികൾക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ആ അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗം തന്നെ അതേ ഖബറുകളിൽ ജീർണിച്ച ശവങ്ങൾ എന്നാണ്. അവരുടെ ബാപ്പയെ സംബന്ധിച്ചോ അവരുടെ മൗലവിയെ സംബന്ധിച്ചോ അദ്ദേഹം മരണപ്പെടുമ്പോ നിന്റെ ബാപ്പാന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചാൽ അവന് ചൂടാവും. അതേ സമയത്ത് അമ്പിയാക്കളുടെ ശവകുടീരങ്ങൾ എന്നാണ് സർവ മൗലവിമാരും പ്രസംഗിക്കുന്നത്. നാദാപുരത്ത് വന്ന് മുമ്പ് പ്രസംഗിച്ച ഒരു മൗലവിയുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി തന്നെ അങ്ങനെയാണ്, അമ്പിയാക്കളുടെ ശവകുടീരങ്ങൾ എന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബാപ്പയുടെ ശവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ കഴിയാത്ത വാചകമാണ്. അമ്പിയാക്കളുടെ ശരീരങ്ങളെ സംബന്ധിച്ച് ശവം എന്നല്ല പ്രയോഗിക്കേണ്ടത്. അമ്പിയാക്കളുടെ മഹത്വമേറിയ ആ ശരീരങ്ങൾ അത് ഭൂമിയിൽ വെച്ച് ജീർണിക്കാതെ സൂക്ഷിക്കപ്പെടുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഞങ്ങൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് പുത്തൻവാദികൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല? അവർക്ക് ഖുർആനിലും സുന്നത്തിലും വിശ്വാസമില്ല. അവർ അവരുടെ മൗലവിമാർ പറയുന്നത് കണ്ണടച്ച് വിഴുങ്ങുന്നു. അതാണ് തമ്മിലുള്ള വ്യത്യാസം.